ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോർ ബിസിനസ്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു വ്യക്തിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് രണ്ട് ഓപ്ഷൻസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് 2cc പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് അവന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. രണ്ടാമത്തത് ഒരു ബേസ് മോഡൽ, അതായത് മിനിമം ഒരു 5,000 സംതിങ്ങിൻ്റെ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് ഇവരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് 2cc പ്രൊമോട്ട് ചെയ്യുക, അതിൽ കൂടുതൽ ബിസിനസ് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് വലിയൊരു സൈഡ് എഫക്റ്റ് ഇവിടെ നമ്മൾ അറിയാതെ തന്നെ ഈ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ആകാൻ തുടങ്ങിയത് തന്നെ ഈ ഒരു 2cc എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ മാത്രം ആളുകൾ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഇത് നോർമലി ഒരു സെയിൽസിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർ പറയാറുണ്ട് പ്രീമിയം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് വലിയൊരു സ്കില്ലാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു കഴിവാണെന്നൊക്കെ. അത് ഓക്കെ, ഫൈൻ. ട്രഡീഷണൽ ബിസിനസ്സിൽ അത് ഓക്കെയാണ്. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് ശരിയാണോ തെറ്റാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ആ ഒരു സംഭവം നോക്കാൻ പാടില്ല. പ്രീമിയം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനെ ഫോക്കസ് ചെയ്യുക, അതിന് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത്, അതിൽ ഫോക്കസ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല, അത് മാത്രം ഫോക്കസ് ചെയ്യുക, ബേസ് മോഡലിനെ മൊത്തത്തിൽ തഴഞ്ഞുകൊണ്ട് പ്രീമിയം സെഗ്മെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര റോങ് ആണ്. അത് നമ്മുടെ ബിസിനസ്സിനെ നാളത്തേക്ക് നിലനിർത്താത്ത ഒരു സംഭവം തന്നെയാണ്. സോ എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു റീസൺ? ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അവർ ഒരു രണ്ട് ഓപ്ഷൻസ് മിനിമം വെക്കാറുണ്ട്. ഒന്ന് ഒരു പ്രീമിയം സെഗ്മെൻറ്റ്, രണ്ട് ഒരു ബേസ് സെഗ്മെൻറ്റ്. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഒക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് പ്രീമിയം സെഗ്മെൻറ്റ് ചൂസ് ചെയ്യാം. നോർമലി ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു നോർമൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് ഇതിൽ ബെറ്റർ ആകാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പിന്നീട് പ്രീമിയത്തിലേക്ക് ചേഞ്ച് ആകാം. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഏതൊരു കമ്പനിയും വെക്കാറുണ്ട്. കുറഞ്ഞത് മിനിമം ഒരു രണ്ട് ഓപ്ഷൻസ് എങ്കിലും ആളുകളുടെ മുമ്പിൽ കൊടുക്കാറുണ്ട്. സോ ഈ പറഞ്ഞ ഫോർ ബിസിനസ്സിലും നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് 2cc അല്ലെങ്കിൽ 5K. ഈ ഒരു പർച്ചേസിങ് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുമ്പോൾ 2cc, ബേസ് മോഡലിൽ വരുമ്പോഴത്തേക്കും 5K പർച്ചേസിങ്. സോ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു മിനിമം 5,000 പർച്ചേസിങ് എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം നെഗറ്റിവിറ്റി ഇല്ല, നെഗറ്റീവ്സും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ സമയത്ത് മിനിമം 5,000 പർച്ചേസിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും ആളുകൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് അതിൽ നിന്ന് മാറി പ്രീമിയം സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും 2cc ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും 2cc എന്നുള്ളതിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു 10 വ്യക്തികൾ വന്നു, 10 ലീഡ്സ് വന്നു. ഈ 10 ലീഡ്സും പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, പല സിറ്റുവേഷൻസിലൂടെ കടന്നു വരുന്ന ആൾക്കാരാണ്. ചിലർ ഫിനാൻഷ്യലി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, ചിലർ ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരുണ്ടാകും, തീരെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു രൂപ പോലും സ്വന്തമായിട്ട് എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള 10 പേരെ വരുമ്പോഴും ഞാൻ എൻ്റെ ബിസിനസ് മൈൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രീമിയത്തിന് ഈ 10 പേരിലേക്കും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എനിക്ക് വന്നത് 20cc ആണ്. ഒരാൾ 2cc വെച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലേക്ക് വരുന്നത് 20cc ആണ്. ഈ 20cc എന്നുള്ളത് ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ വരുന്ന വ്യക്തികൾ പല ആൾക്കാരും ഞാൻ പറഞ്ഞതുപോലെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു വരുന്ന ആൾക്കാരാണ്. ഇവരുടെ ഫിനാൻഷ്യൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും മനസ്സിലാക്കാതെ ഞാൻ ഇവരിലേക്ക് ഇതിനെ കൺവിൻസ് ചെയ്തുകൊണ്ട്, ഇവരെ 10 പേരെ ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ട് ഇവരെ ഞാൻ 2cc പർച്ചേസ് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഈ ഒരു മാസം എനിക്ക് വന്നത് 20cc. പക്ഷേ ഈ 10 പേരെയും എനിക്ക് സക്സസ്ഫുൾ ആക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരു മനുഷ്യനും ഒരു ബിസിനസ് ഓണറിനും അത് പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോൾ എത്രത്തോളം നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു, 100% സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, ട്രെയിനിങ്സ് കൊടുക്കാൻ പറ്റും, നല്ലൊരു ലീഡറായിട്ട് അവരുടെ കൂടെ നമുക്ക് നിന്ന് എല്ലാ തരത്തിലും അവരെ മുമ്പോട്ട് നയിക്കാൻ പറ്റും. പക്ഷേ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ്. ഈ വരുന്ന വ്യക്തികൾ പലതരത്തിലുള്ള ആൾക്കാരാണ്. ഇവർ ചിലപ്പോൾ വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഭയങ്കര ഷോക്കായിരിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലില്ലാത്തവരായിരിക്കും. ഒരു കാര്യത്തിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള സ്കില്ലില്ലാത്ത ആൾക്കാരായിരിക്കും. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഒരു വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ സപ്പോർട്ട് മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് 30% മെൻറ്ററിൻ്റെ സപ്പോർട്ടും 70% അവൻ്റെ ഹാർഡ് വർക്കും ആയിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വർക്കൗട്ടും കൂടി ആയിരിക്കണം, അല്ലേ, അവൻ്റെ എഫേർട്ടും കൂടി ആയിരിക്കണം. ആ എഫേർട്ടിനകത്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ സക്സസ് റേഷ്യോ കുറയും. അപ്പോൾ ഈ 10 പേരും 10 തരത്തിലുള്ള ആൾക്കാരാണ്. ഈ 10 പേരെ ഞാൻ എന്ത് ചെയ്യുന്നു, 2cc കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന വ്യക്തികൾ ഞാൻ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, ഗൈഡ് ചെയ്യുന്നു, ഡെയിലി അവരെ വിളിക്കുന്നു, അവരെ വേണ്ട രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. എല്ലാ തരത്തിലും ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് അവർക്ക്. പക്ഷേ അവർ വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നില്ല.
ഇതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ അല്ലെങ്കിൽ ഒരു 5 പേർക്ക് ഒരു നെക്സ്റ്റ് മന്ത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ ഒരാളെ എനിക്കൊരു സൂപ്പർവൈസർ ലെവലിലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ബാക്കി 5 പേരും അല്ലെങ്കിൽ ഒരു 4 പേര് ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇൻകം കിട്ടുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, അവർക്ക് വേണ്ട രീതിയിൽ ഇൻകം കിട്ടുന്നില്ല. അവർ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ചെയ്ത് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നതും അവർ 10-30,000 രൂപ മുടക്കി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതും. മനസ്സിലായില്ലേ? ആ സാഹചര്യത്തിൽ ഞാൻ ഇവരെ എന്ത് ചെയ്യുന്നു, ഇവർക്ക് പൈസ ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ ഈ ഓപ്പർച്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട് തിരിയുന്നു, എനിക്കെതിരായിട്ട് തിരിയുന്നു, കമ്പനിക്കെതിരായിട്ട് തിരിയുന്നു, പ്രൊഡക്ട്സ് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ അവർ തിരിയുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ എത്രത്തോളം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആളുകൾ ഇതിനെ എഗെയിൻസ്റ്റായിട്ട് കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ ഇത് തന്നെയാണ്. നമ്മൾ അവൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും മനസ്സിലാക്കാതെ അവനിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഇത്രയധികം നെഗറ്റിവിറ്റീസ് ക്രിയേറ്റ് ആകാനുള്ള വലിയൊരു റീസൺ എന്ന് പറയുന്നത്. ഫോർവേഡ് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി എന്തിന് 2 ഓപ്ഷൻസ് വെച്ചിരിക്കുന്നു. ഈ മീഡിയം ട്രാക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പോഴും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, എൻ്റെ അടുത്ത് പല ആൾക്കാരും വന്ന് പറഞ്ഞു എൻ്റെ അപ്ലൈൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മീഡിയം ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ ഗുണമില്ല, ഫാസ്റ്റ് ട്രാക്ക് എടുത്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ 2cc എടുത്താലേ കാര്യമുള്ളൂ, 5,000-ൻ്റെ പർച്ചേസ് കൊണ്ട് കാര്യമില്ല എന്ന് പല ആൾക്കാരും ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് അത്രയും കയറുന്നതിന് വേണ്ടിയിട്ടല്ലേ, അത് സെയിൽസിനകത്ത് അതൊക്കെ വേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് ആ ഒരു നിങ്ങൾ എന്താ പറയുക, ആ ഒരു സ്കില്ലായിട്ട് നിങ്ങൾ കാണരുത്. അത് നിങ്ങളുടെ നാളത്തെ ബിസിനസ്സിനെ തകർത്ത് കളയുന്നൊരു സംഭവം. അത് മനസ്സിലായില്ലേ? നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ള ഈ വ്യക്തികളുടെ ഫിനാൻഷ്യൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു മീഡിയം ട്രാക്ക് അല്ലെങ്കിൽ ഒരു 5,000-ൻ്റെ പർച്ചേസിങ് പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തി ചിലപ്പോൾ ഒരു ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോൾഡ് ലോണൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കാം നമ്മളെ വിശ്വസിച്ചിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. എനിക്ക് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് അവനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ വലിയൊരു ട്രോമയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? ഞാനിവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫ് തകർത്തിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു അർത്ഥവുമില്ല. ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളിനി മാസം എത്രയൊക്കെ ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പൈസ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു വ്യക്തിയുടെ ഇനി 10 പേര് എൻ്റെ അടുത്തേക്ക് വന്നു, 10 പേരും പല സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ്. ഈ 10 പേരുടെയും ഫിനാൻഷ്യലി മെൻ്റലി ഉള്ള അവരുടെ ഹെൽത്ത് എങ്ങനെയാണോ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും വേണ്ട ഓപ്പർച്യൂണിറ്റി ഞാൻ കൊടുത്തു. ഇപ്പോൾ 2cc കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ളൊരു വ്യക്തിയാണ്, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അവന് നല്ല രീതിയിൽ ഇതിൽ ഫോക്കസ്ഡ് ആണ്, അവൻ അതിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഡിസ്കവർ ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അവൻ ഇതിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും മൈൻഡ് സെറ്റിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയിൽ എനിക്ക് ധൈര്യപൂർവ്വം എന്ത് ചെയ്യാം, 2cc പ്രൊമോട്ട് ചെയ്യാം. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ അവന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് ഗ്രോ ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അവൻ വേണ്ട രീതിയിൽ ട്രെയിനിങ്സ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയിലേക്ക് ഞാൻ 2cc പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഇവൻ എന്തായാലും നാളെ ഇതിന് എഗെയിൻസ്റ്റായിട്ട് തിരിയും. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് 10-30,000 രൂപ അവൻ ചിലവാക്കുന്നുണ്ടെങ്കിൽ അവൻ അതിനകത്തൊന്നും ഒരു ലാഭം ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും ഇതിനെതിരെ തിരിയും. മനസ്സിലായില്ലേ? ആ ഒരു വ്യക്തിയിലേക്ക് എനിക്ക് മീഡിയം അവിടെ ഒരു 5,000-ൻ്റെ ഓപ്ഷൻ അവിടെ ഫോക്കസ് ചെയ്ത് അവിടെ സംസാരിക്കാം, അല്ലെങ്കിൽ അത് ആ ഓപ്പർച്യൂണിറ്റി അവനെ അവിടെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാം. തീരെ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ ഓപ്പർച്യൂണിറ്റി അവന് കൊടുക്കണ്ട. മനസ്സിലായില്ലേ? അവൻ ഇതിനകത്ത് തീരെ ഫോക്കസ്ഡ് അല്ല, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ അവൻ ഇതിനകത്ത് വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല, റോങ് ആയിട്ടുള്ള രീതിയിലേ പോകുള്ളൂ എന്നുണ്ടെങ്കിൽ അവന് ഓപ്പർച്യൂണിറ്റിയെ കൊടുക്കാതെ അവനെ പറഞ്ഞു വിടുക. വേറൊരു വ്യക്തിയെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ്, സ്വന്തമായിട്ടൊരു വീടില്ല, അല്ലെങ്കിൽ ഒരു രൂപ എടുക്കാൻ വകുപ്പില്ലാതെ നിൽക്കുന്നൊരു വ്യക്തി. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇവനിലേക്ക് ഞാൻ 2cc പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടാണെങ്കിലും കയറി വരുമായിരിക്കാം. പക്ഷേ ഇവന് ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവന് ഓൾറെഡി ഉള്ള കടത്തിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു കടം വെച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? അവൻ ഭയങ്കരമായിട്ട് അവൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും ഞാനിവിടെ ഒരു എന്താ പറയുക 2cc ഇങ്ങനെ ബിസിനസ്സൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തും കാര്യമില്ല. അതേസമയം ആ ഒരു വ്യക്തിക്ക് അഫോർഡബിൾ ആകുന്നത് ഒരു 5Kയുടെ പർച്ചേസിംഗ് ആണ്. ഈ പർച്ചേസിങ് സ്വന്തമായിട്ട് അവന് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ അവൻ അവിടെ സെയിൽ ചെയ്തുകൊണ്ട് അവന് സ്വന്തമായിട്ട് പൈസ മുടക്കാതെ ഈ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് ഐഡിയ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ അത് വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അവൻ അവിടെ 1 രൂപ ചിലവില്ലാതെ ഈ ഒരു ബിസിനസ് ഐഡിയ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവൻ അവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഒരു 1000 രൂപ മാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി അവൻ്റെ ലൈഫിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വെളിച്ചം അത്. മനസ്സിലായില്ലേ? അതേസമയം ഇവൻ അതിനുശേഷം അവൻ വർക്കൗട്ട് ചെയ്ത് കയറി വരുന്നു, അവൻ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നു, അതിലൂടെ അവൻ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് തന്നെ അവൻ 2cc മാറുന്നു, അവൻ അവിടെ നിന്ന് സൂപ്പർവൈസർ ആകുന്നു, അവൻ മാനേജർ ആകുന്നു. 1 രൂപ വരുമാനം ഉണ്ടാവാതിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അവൻ 1,00,000 രൂപ മാസം വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയിലേക്ക് മാറുന്നു. ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ ഞാൻ ചേഞ്ച് ചെയ്തു. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും
ലൈഫ് നമ്മൾ മനസ്സിലാക്കുക, അവനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. നമ്മുടെ അടുത്ത് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അവനൊരു 6-7 ദിവസം വരെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു 7 ദിവസം കൊണ്ട് അവൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി, അവൻ്റെ ഹെൽത്തും വെൽത്തും മനസ്സിലാക്കി അവനെ കൂടെ നിർത്താൻ, അവനുമായിട്ട് ആ ഒരു തരത്തിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി എത്ര വലിയ ബിസിനസ് ഓണറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമില്ല. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രോസ്പെക്റ്റുമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക. അവന് എന്ത് ചെയ്യണം, അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം, ഫിനാൻഷ്യലി അവൻ എത്രത്തോളം ഓക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം, മെൻ്റലി അവൻ എത്രത്തോളം പക്കയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. ഇത് മനസ്സിലാക്കിയിട്ട് വേണം അവന് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ. അല്ലാത്ത പക്ഷം അവന് നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് ഗൈഡ് ചെയ്ത് സംസാരിച്ച് അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസും വാങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ മുമ്പോട്ട് പോകുക. അല്ലാതെ കണ്ണും പൂട്ടി വരുന്ന എല്ലാവർക്കും തന്നെ 2CC കൊടുക്കാൻ നിൽക്കരുത്. അത് വലിയൊരു മിസ്റ്റേക്കാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ നാളത്തെ ഫ്യൂച്ചർ തന്നെ, ഈ ഒരു ബിസിനസ്സിലെ വലിയൊരു ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ ലീഡ്സിനും അവർക്ക് വേണ്ട തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലീഡറാകാൻ സാധിക്കും, നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നല്ലൊരു മാനേജറായി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എന്നും നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം വളരെയധികം വിഷമിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ സക്സസ്സും ഫെയിലിയറും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ലപോലെ മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ഞാൻ. സോ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സോ വേറൊരു കാര്യം പറയാനുള്ളത്, എങ്ങനെ നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് എങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാം, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എങ്ങനെ നല്ല രീതിയിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാം, അവരെ എങ്ങനെ ഓപ്പർച്യൂണിറ്റി അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ നല്ലൊരു ക്ലോസിംഗ് കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 6 days ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ചെറിയൊരു ഫീസ് മാത്രമാണുള്ളത്. സോ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് റെക്കോർഡ് സെക്ഷൻസ് ആയിരിക്കും, ഓൺലൈൻ ട്രെയിനിങ് ആണ്. സോ 6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. എൻ്റെ ഭാഗത്തു നിന്നുള്ള പേഴ്സണൽ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.